ഹായ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്ന് ഒരു ചെറിയ പായസം ഉണ്ടാക്കിയാലോ? വൈകിട്ടങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ തോന്നിയാണ് ഒരു സേമിയ പായസം ഉണ്ടാക്കണമെന്ന്. അപ്പോൾ നമ്മളങ്ങനെ സേമിയ എടുത്ത്, പിന്നെ വേർമസലിൻ്റെ സേമിയ എടുത്ത് കേട്ടോ. വേർമസലിൻ സേമിയ ഏകദേശം 1 ഇഞ്ച് നീളത്തിൽ നല്ല ഒടിച്ചെടുത്തിട്ട് അത് നല്ലവണ്ണം കട്ടിയുള്ള പാത്രത്തിലൊന്ന് ചൂടാക്കി എടുക്കണം, നല്ലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ശേഷം ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര എടുത്ത് നമ്മൾ മെൽറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 250 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചൗരി എടുത്തിട്ടുണ്ട്. അത് പിന്നെ മുന്തിരിങ്ങയുണ്ട്, അത് കിസ്മസ് പറഞ്ഞുകൊണ്ട്, അതായത് കാഷ്നട്ട്. പിന്നെ ചൗരി നമ്മളൊന്ന് ചെറിയ ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് കുതിർത്തതിന് ശേഷം അതൊന്ന് ശർക്കര നല്ലോണം വെട്ടിത്തിളച്ചതിന് ശേഷം നമ്മളതൊന്ന് അരിച്ചെടുക്കണം. അതിനകത്ത് അഴുക്കൊക്കെ പോകാൻ വേണ്ടിയാണ്. ഒന്ന് അരിച്ചെടുത്ത് ഇതുപോലെ നല്ലോണം ഒരു അരിപ്പ് വെച്ച് അരിച്ചെടുക്കുമ്പോൾ അതിനകത്ത് കുറേ അഴുക്കുകളൊക്കെ കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് അരിച്ചെടുത്ത് നല്ല വൃത്തിയാക്കി എടുക്കുക. ഓക്കെ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. അപ്പോൾ കൂടെ ആ ബെൽ ബട്ടനോടെ നമുക്ക് വിടാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. ഒരുപാട് സന്തോഷം. അങ്ങനെ ശർക്കര നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആ ശർക്കര അടുപ്പ് കത്തിച്ച് നമ്മൾ വെച്ചതിന് ശേഷം ശർക്കരയിലേക്ക് നമ്മുടെ ചവരി ഇട്ടിട്ട് അത് നല്ലവണ്ണം ഒന്ന് വേകാൻ വിടണം കേട്ടോ. തിളച്ച് നല്ലവണ്ണം വേകണം. അപ്പോൾ വേകുന്നവരെ നല്ലവണ്ണം ചെയ്യുക. അപ്പോൾ അത് ചവരി ഏകദേശം ഒരു 75% വെന്തതിന് ശേഷം നമ്മൾ ആ വെച്ചിരിക്കുന്ന സേമിയ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ. ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം തിളയ്ക്കാൻ വിടുക പറഞ്ഞ് രണ്ടും വേകാൻ വിടുക. ആ സമയം കൊണ്ട് നമുക്ക് ഒരു ചട്ടിയിലേക്ക് നമ്മൾ മുത്തിരിക്കൊക്കെ നമുക്ക് വറുത്തെടുക്കണം. അതിന് കുറച്ച് നെയ്യ് ഒഴിച്ച് അത് ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ അത് നമ്മൾ കിസ്മസ് കാഷ്നട്ടൊക്കെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പായസമായിട്ട് ചേർക്കാനുള്ളത്. അപ്പോഴേക്കും നമുക്കൊന്ന് ഏകദേശമൊക്കെ വെന്ത് വന്നു. നല്ലോണം സേമിയയും ആ ചവരിയൊക്കെ നല്ല വെന്ത് വന്നപ്പോൾ ശർക്കരയിൽ നിൽക്കണം നല്ലോണം തിളച്ച് വെന്ത് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിലേക്ക് നമ്മൾ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം 1/2 ലിറ്റർ പാൽ ഞാൻ ഈ പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാലൊഴിച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒന്ന് മിക്സ് ആവണമല്ലേ. അപ്പോൾ അങ്ങനെ മിക്സ് ആക്കുന്നതിന് വേണ്ടി നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി നല്ലോണം കുറച്ച് ഇളക്കണം. പിന്നെ അതിൻ്റെ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. കുറച്ചതിന് ശേഷം നമ്മൾ ചുക്ക്, ഏലക്ക നമ്മളോട് ഇടിച്ചിട്ട് നല്ലോണം ചതച്ച് ഏകദേശം ഒരു 5 ഏലക്കായി കുറച്ച് ചെറിയൊരു പീസ് ചുക്കും കൂടി ഇടിച്ച് നല്ല ചതച്ച് പൊടിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അപ്പോഴേക്കും നമ്മുടെ സേമിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ കിസ്മസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പറഞ്ഞിട്ട് നമ്മൾ നെല്ല് ഫ്രൈ വെച്ചിരുന്നതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇളക്കിയിട്ട് ചെറിയ ഫ്ലെയിമിൽ കുറച്ച് നേരം വീണ്ടും വെച്ചേക്കും. അപ്പോൾ നമ്മുടെ പായസം റെഡിയാക്കുന്നത്. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ കൂട്ടുകാരെ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആരും. ബെൽ ബട്ടൺ അമർത്തി വിട്ടോളൂ. നമ്മുടെ ചാനൽ ഫോളോ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, വീണ്ടും കാണാം. ഓക്കെ, ബൈ.